കംപ്ലൈന്റ് വന്നതും അതുകൊണ്ടായിരിക്കാം പുള്ളി ഇത് പുറത്തായതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാമർശത്തെക്കാൾ ഉപരി. ഇനി അടുത്ത ഇവിടെ ഒരു സംശയം, ഇവിടെ വേറെ അല്ലാതെ ഒരു ന്യൂസ് കിട്ടും. ഇന്നലെ ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള രതീഷ് ഔട്ടായെന്ന് പറഞ്ഞിട്ട് കുറെ ന്യൂസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് രതീഷ് പുറത്തായി എന്നാണ് പറയുന്നത്. പക്ഷെ അത് എലിമിനേഷനിലൂടെ വോട്ട് കുറഞ്ഞതിന്റെ പേരിലല്ല പുറത്തായെന്നാണ് പറയണത്. കാര്യം ഇജക്ട് ആയതാണ്, കാര്യം പുറത്താക്കിയതാണ്. സുരേഷ് ഒരു ഗേ ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് രതീഷിനെ പുറത്താക്കിയത്. കാര്യം സുരേഷിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അത് ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ആയി. അവസാനം അത് കേസിലോട്ടൊക്കെ എത്തുന്ന രീതിയിലോട്ടൊക്കെ ആയെന്നും പറഞ്ഞിട്ടാണ് ഇപ്പം നിലവിൽ പുറത്താക്കിയിരിക്കുന്നത്. ഇപ്പം വേറെ കുറെ അതിന് ന്യൂസുകൾ അതിന് ശേഷം വന്നത് കുറെ വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ ഷൂട്ടിന് പോയതാണ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞു വരുന്നുണ്ട്. രതീഷ് പുറത്തായിട്ടില്ല, അത് വെറും ഫേക്ക് ന്യൂസ് ആണ് എന്നും പറഞ്ഞു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ ഒരു പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് ഇവരെല്ലാരും കൂടെ നിന്നിട്ട് ആ എലിമിനേഷൻ ആർക്കാണ് വോട്ട് കുറവ് എന്നുള്ള രീതിയിൽ പുറത്താവും. അപ്പൊ ആ എലിമിനേഷന്റെ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൺഫേംഡ് ആക്കാനായിട്ട് ഷോ കഴിയാതെ പറ്റത്തുമില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയേക്കുന്ന അറിവനുസരിച്ച് ഒരു 95% ഇതുള്ളതാണെന്നാണ് പറയണത്. പിന്നെ ഇപ്പൊ രാജേട്ടന്റെ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് കേട്ടു 2 ഷൂട്ട് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് എലിമിനേഷന്റെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നൊന്ന് കേട്ടു നോക്കാം. കംപ്ലൈന്റ് വന്നതും അതുകൊണ്ടായിരിക്കാം പുള്ളി ഇത് പുറത്തായതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാമർശത്തെക്കാൾ ഉപരി. ഇനി അടുത്ത ഇവിടെ ഒരു സംശയം, ഇവിടെ വേറെ അല്ലാതെ ഒരു ന്യൂസ് കിട്ടും. ഇന്നലെ 2 ഷൂട്ട് നടന്നു എന്നുള്ള ഒരു ന്യൂസും കൂടി കിട്ടുന്നുണ്ട്. 2 ഷൂട്ട് നടന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മൾ ഇതൊക്കെ ലോജിക്കലി ചിന്തിക്കുകയാണ്. ഇൻ കേസ് 2 ഷൂട്ട് നടന്നു എന്ന് വെക്കുക. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഷൂട്ടിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടവരും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ കണ്ടവർ പറയുന്നുണ്ട് ഷൂട്ട് സമയത്ത് ആരെ എവിക്റ്റ് ആയിട്ടില്ല, ഈ പറയുന്ന രതീഷ് എവിക്റ്റ് ആയിട്ടില്ല, രതീഷ് എന്നല്ല ആരെയും എവിക്റ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. പിന്നെ നമുക്ക് കേൾക്കുന്ന എന്താണ്, 2 ഷൂട്ട് നടന്നു എന്ന് കേൾക്കുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ പ്രൊമോയിൽ കണ്ടു എന്താണ്, എവിക്ഷൻ പ്രക്രിയ അവിടെ തുടങ്ങിയാണ്. മനസ്സിലായി, എവിക്ഷൻ പ്രക്രിയ തുടങ്ങിയപ്പോൾ അവിടെ രതീഷ് അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ രതീഷിന് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എങ്കിൽ എവിക്ഷൻ പ്രക്രിയയിൽ എന്തിനാ രതീഷിനെ കൊണ്ട് നിർത്തുന്നത്, അങ്ങ് പറഞ്ഞു വിട്ടാ പോരെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഫസ്റ്റ് ഷൂട്ടിംഗ് കഴിയുന്നത് വരെ, ഇന്നത്തെ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ രതീഷ് പുറത്തായിട്ടില്ല. മനസ്സിലായോ? എന്റെ ഒരു ഊഹമാണ്, ഇതൊന്നും കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് പറയാം. അതായത് രാജേട്ടൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷൂട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനും കൂടെ പറയുന്നുണ്ട് ആൾക്കാരെല്ലാം. ഇതെല്ലാം കൺഫേം ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഇപ്പൊ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ ലാലേട്ടന്റെ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും ഒരു റീഷൂട്ട് ഇതിന് വേണ്ടിയിട്ട് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് എത്രത്തോളം കൺഫേം ആണെന്ന് ആ കാര്യത്തിൽ അറിയത്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കണ്ടസ്റ്റന്റ് രതീഷ് എന്ന് പറയുന്നത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. കാര്യം അയാൾ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ പുറത്ത് ഭയങ്കരമായിട്ട് കോമാളി എന്നും പറഞ്ഞിട്ട് ആൾക്കാർ എല്ലാവരും കൂടെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്ന ആണെങ്കിലും അയാൾ നിന്ന് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ ഒക്കെ അടിപൊളിയായിട്ടൊക്കെ വന്നേനെ. അത് മാത്രമല്ല ഭയങ്കര ആക്റ്റീവാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ബാക്കിയുള്ള എല്ലാവരെക്കാട്ടിയും ആക്റ്റീവാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കാനായിട്ട് നല്ല കഴിവുള്ള ആൾക്കാർ വേണം. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനൊക്കെ നല്ല ജാഗ്രതയാണ് ഈ പറയുന്ന രതീഷ് അവിടെ നിന്ന് കഴിഞ്ഞാൽ. എന്തായാലും രതീഷ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ ഇത്തിരിയും കൂടെ ഒക്കെ രസമായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ആ ജിൻഡുമായിട്ടൊക്കെ ഒരുമിച്ച് ജയിലിലൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ച് ഫണ്ണായിട്ടുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ചയും കൂടെ അത് പോയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. എനിവേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ പുറത്തായി എന്നാണ് പറയണത്. എല്ലാവരും അത് കൺഫേംഡ് ആയിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് പുറത്താക്കിയത്, ഇനിയിപ്പം സുരേഷ് ഇനിയിപ്പോൾ സമ്മതിച്ചിട്ടാണോ, ഇനിയിപ്പോൾ സുരേഷ് ഇനിയിപ്പം ലാലേട്ടൻ്റെ അടുത്തല്ല ഇനി ബാക്കി ആർക്കെങ്കിലും കംപ്ലൈന്റ് ചെയ്തോ ഇയാളെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് അത് പറ്റത്തില്ല. ബിക്കോസ് പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ ഒരു വാർണിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ബാക്കിയുള്ള സീസണൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം അതിനകത്ത് പല കാര്യങ്ങളും എന്തായിരുന്നു വാർണിംഗ് കൊടുത്തായിരുന്നു ഒഴിവാക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.